സുവിശേഷം 1-ാം അധ്യായം 78, 79 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 78 and 79. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. താങ്ക് യു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രാത്രി വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് വേദിയൊരുക്കിയ മസ്കറ്റ് ബ്രദറൻ അസംബ്ലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. 10-11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഇവിടെ നടത്തപ്പെട്ട സുവിശേഷ യോഗം ക്രമീകരിച്ചത് സീബ് ബ്രദറൻ അസംബ്ലിയാണ്. ആ സഭയിലെ പ്രിയപ്പെട്ടവരും 2-3 രാത്രികളിൽ ആദ്യം മുതൽ ഇന്ന് വരെയും പ്രിയപ്പെട്ടവർക്ക് ഇവിടെ വരാനിടയായി. അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഗാനങ്ങൾ ആലപിച്ച സഹോദരി സഹോദരന്മാർ, ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ ഒരു സമാധാനമായെന്ന് തോന്നുന്നു. വലിയൊരാശ്വാസം. വളരെ ദീർഘനാളുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ കൂടുതൽ ദിനങ്ങൾ അവർ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചു. ദൈവം നിങ്ങൾക്ക് തന്ന ദൈവകൃപ വരുന്ന നാളുകളിലും കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ വിദേശത്ത് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹവും ആവേശവും നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും, വിശേഷിച്ച് നാട്ടിലായിരുന്നാലും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ മിക്സറിൻ്റെ പുറകിലൊക്കെ ഇരിക്കുന്ന അവരെയൊന്നും ആരും കാണുന്നില്ല, അവരുടെ പേരൊന്നും ആരും പറയുന്നില്ല, ജെയ്സണും ജഡ്സണും അങ്ങനെ ആ പ്രിയപ്പെട്ടവർ, അവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് പ്രോഗ്രാമൊക്കെ ലീഡ് ചെയ്ത എൻ്റെ പ്രിയ ഷാവിച്ചാന്, ജാക്സൺ, സാം ബ്രദർ, എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മസ്കറ്റ് പ്രസിഡന്റ് അസംബ്ലി കാണിക്കുന്ന ഈ ഒരു നല്ല മാതൃക എല്ലാ സഭകളും പിൻപറ്റാൻ നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ അവർ കാണിക്കുന്ന ഉത്സാഹം വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മളുടെ സ്ഥലം സഭകളൊക്കെ ശോഷിക്കുന്നതിൻ്റെ കാരണം നമുക്കൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ നടത്തപ്പെടുന്ന ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ നിയന്ത്രണവും താല്പര്യവും ഒക്കെ ഉള്ള സഹോദരി സഹോദരന്മാരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്ഥലം സഭകൾ ഉദ്യമിക്കണം, അവർ താല്പര്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്ഥലം സഭകളൊക്കെ മന്ദീഭവിക്കാതെ കർത്താവിൻ്റെ വരവ് വരെ ധൈര്യത്തോടെ ദൈവകൃപയോടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോടെ നിലനിൽക്കുവാൻ ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ അടുത്തൊരു സഹോദരൻ പറഞ്ഞത്, റോയ് ബ്രദറാണെന്ന് തോന്നുന്നു, കൺവെൻഷൻ കഴിഞ്ഞാലും ആരും പോകുന്നില്ല. അതിൻ്റെ കാരണം പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിട്ടും പല പ്രിയപ്പെട്ടവരും അന്യോന്യമൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല ഒരു കൂട്ടായ്മ, സ്നേഹ ബന്ധം, ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ 2-3 ദിവസങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് നമ്മളെ സഹായിച്ച പ്രിയ മനു സഹോദരൻ, ഞങ്ങളൊക്കെ വളരെ അടുത്ത നാട്ടുകാരാണ് നാട്ടിൽ. എന്നാൽ ഇവിടെയൊക്കെ വെച്ച് കാണുവാനും ഇങ്ങനെ ക്രിസ്തീയ സ്നേഹബന്ധം പുതുക്കുവാനും ഒക്കെ കർത്താവ് തന്ന നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ തിരക്കിട്ട ദിവസങ്ങളാണ്. ഞാനും മാനസികമായിട്ടും ഒക്കെ വളരെ തിരക്കുള്ള ഒരു ദിവസങ്ങളാണ് ഈ നാളുകൾ. നിങ്ങൾക്കതൊക്കെ അറിയാം.
ശാരീരികമായിട്ട് വളരെ ക്ലേശങ്ങൾ ഞാനും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് കർത്താവ് ധാരാളമായിട്ട് നൽകുന്നുണ്ട്. അതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ട്. ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആദ്യ ദിവസം വന്നവർ 2-3 ദിവസങ്ങളിൽ വന്നു എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോൾ ആദ്യത്തേത് ഒരു ദിവസം വന്നാൽ പിന്നത്തെ ദിവസം വന്നില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ മസ്കറ്റ് ബ്രദറൻ അസംബ്ലിയുടെ അല്ലെങ്കിൽ ബ്രദറൻ അസംബ്ലി മസ്കറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും കടന്നു വന്ന് സഹകരിച്ചതിൽ അസംബ്ലി നന്ദി പറയേണ്ടവർ പറയുമായിരിക്കും. എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനത് പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവിക സന്ദർശനങ്ങൾ എന്നുള്ള പ്രമേയത്തെ ആസ്പദമാക്കി നമ്മൾ ദൈവിക ധ്യാന ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മളുടെ ആത്മീക ജീവിതത്തിന് വിശ്വാസികളായിരിക്കുന്നവർക്കും അല്ല, കർത്താവിനെ സ്നേഹിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായ നിലയിൽ ഈ ധ്യാനങ്ങൾ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംവാദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് ദൈവിക ദൂത് തന്നെയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ എന്നും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവിക സന്ദർശനം അല്ലെങ്കിൽ ഗോഡ്സ് വിസിറ്റേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി. 1, നിത്യജീവൻ്റെ അവകാശിയാകും എന്നുള്ളതാണ്. 2, നമുക്ക് ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. 3, നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശ ലഭിക്കും എന്നുള്ളതാണ്. ഇന്നും നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ചിന്തിക്കും. നമുക്ക് ലൂക്കോസിനെ മറക്കാൻ പറ്റത്തില്ല. വീണ്ടും നമുക്ക് ലൂക്കോസിലേക്ക് മടങ്ങി വരാം. ലൂക്കോസിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ലൂക്കോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഹി വാസ് എ ഡിസ്റ്റിങ്യൂഷ്ഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ വ്യതിരിക്തനായ ഒരു വൈദ്യനായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തനായ ഒരു ഡോക്ടറായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഈ ഡോക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ഡോക്ടർമാരെക്കാട്ടിലെല്ലാം ഒരു വ്യത്യസ്തനായ ഒരു ഡോക്ടറായി. പഴയ നിയമത്തിലും ഇതേപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, കാലേബിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് വേറൊരു സ്വഭാവം ഉള്ളവനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് അവന് വേറൊരാത്മാവുള്ളവനായിരുന്നു എന്നാണ്. വേറൊരാത്മാവുള്ളവൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്വഭാവമുള്ളവൻ എന്ന് പറഞ്ഞാൽ ബാക്കി 12 പേരെ ഉൾപ്പെടുത്തിയുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ 11 പേരുടെയും നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവിക പദ്ധതിയെ കാണുവാനുള്ള ഒരു ദൃഷ്ടി ഈ കാലേബിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലൂക്കോസും വ്യതിരിക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപക്ഷെങ്കിലും ഉണ്ടായിരിക്കാം. ഇവിടെ എൽഡേഴ്സ് ഉണ്ട്, ഡീക്കൺസ് ഉണ്ട്. എന്നാൽ നമ്മുടെ സ്ഥലം സഭകളിൽ നമ്മൾ എന്താണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അതായത് എന്നെക്കുറിച്ചുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി തീരുന്നത്. അതിന് മറിയ പറഞ്ഞ വാക്കുകൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് നമ്മളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യത്യസ്തരായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്, കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഒരു ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ് എന്നുള്ളത്
നിങ്ങൾ തിരിച്ചറിയണം. റോമാലേഖനം 12-ാം അധ്യായത്തിലും നമുക്കത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയണം. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഈ ലൂക്കോസ് എന്ന് പറയുന്നത് ഹി വാസ് എ ഡിവോട്ടഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊട്ട് സമയം ലഭിക്കാത്തവരാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലി അങ്ങനെയാണ്. ഇപ്പം നമ്മളും അതേപോലെയാണ്. നമ്മളിവിടെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ എൽഡേഴ്സോ ഡീക്കൺസോ ഒക്കെ ചോദിക്കാറുണ്ട്, എന്താ സഹോദര മീറ്റിങ്ങിന് വരാഞ്ഞത്? അപ്പോൾ എടുത്ത വായിൽ നമ്മൾ പറയുന്ന മറുപടിയാണ്, എൻ്റെ അച്ഛ എന്താ സാധാരണ നമ്മൾ പറയുന്നതാ, സമയം ഇല്ല. പക്ഷെ എന്നാൽ ഈ ഡോക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹി വാസ് എ ഡിവോട്ടഡ് ഡോക്ടർ. താൻ സമയം കണ്ടെത്തി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഹി വാസ് എ ഡെയറിങ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ധീരനായ ഒരു ഡോക്ടറായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്ടർമാരെല്ലാം ധീരന്മാരായിരിക്കും, യാതൊരു സംശയവുമില്ല. അവർ കീറാനും മുറിക്കാനും ചോര കാണാനും തട്ടിപ്പൊട്ടിക്കാനും എല്ലാം അവർ ധൈര്യമുള്ളവരാണ്. എന്നാൽ അതല്ല ഇവിടുത്തെ ധൈര്യം. നമ്മളൊരു പക്ഷെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ വൈദ്യശാസ്ത്രത്തിലോ ഒക്കെ നമ്മൾ ധൈര്യം കാണിച്ചേക്കാം. ഇന്ന് രാത്രി ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ സ്വീകരിക്കുമോ? തുടർന്നുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ധൈര്യം കാണിക്കുവാൻ, കർത്താവ് വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഈ ദൈവിക സന്ദർശനം എനിക്കുണ്ടായി. കർത്താവ് എന്നോട് വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഔദ്യോഗിക രംഗത്ത് നിന്നും ഞാൻ ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും പിന്നീട് ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടില്ല. പേപ്പർ എടുത്തു, പേനയെടുത്തു, ഞാൻ റിസൈൻ ലെറ്റർ എഴുതി. എൻ്റെ കർത്താവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ധൈര്യം കാണിക്കണം കർത്താവിന് വേണ്ടി. കർത്താവ് വിളിക്കുമ്പോൾ, കർത്താവ് നമ്മളെ വേർതിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ കർത്താവ് മാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. നാളെ കൺവെൻഷൻ ഇല്ലാത്തത് കൊണ്ട് ലൂക്കോസിനെ കുറിച്ച് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് മുന്നോട്ട് പോകാം. ഹി വാസ് എ ഹിസ്റ്റോറിയൻ, അവനൊരു ചരിത്രകാരനായിരുന്നു. ഹി വാസ് എ ഹെൽപ്പർ, അവൻ നല്ല ഒരു സഹായകനായിരുന്നു. നമുക്കറിയാം, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകരെ ഡോക്ടർമാരുടെ ഒക്കെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ രോഗി വരുന്ന, ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മാറി പോകുന്ന മനുഷ്യരാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ തുടങ്ങിയ ജോലി, ആ സ്ഥാപനം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ആരെങ്കിലും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ കർത്താവിൻ്റെ ഒരു ദാസന് വേണ്ടി ഒരു ഉപദേശിയുടെ കൂടെ യാത്ര ചെയ്യുവാൻ, ഒരു ഉപദേശിയെ ശുശ്രൂഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സമർപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു നല്ല സഹായകനായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് താൻ മാറുകയാണ്. ഏറ്റവും ഒടുവിൽ ഹി ബിക്കേം എ ഹീറോ. താൻ ഒരു ഹീറോ ആയിട്ട് മാറി. ഞാൻ ആദ്യ ദിനത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാ ബാക്കി എല്ലാവരും യഹൂദന്മാരാണ്. എന്നാൽ ഇതാ ധൈര്യം കാണിച്ച, സമർപ്പിച്ച ഒരു ജാതീയനെ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രവും, അതായത് സുവിശേഷവും, അതുപോലെ തന്നെ സഭയുടെ ചരിത്രവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഈ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യൻ ജനിച്ചത് അന്ത്യോക്യയിലാണെന്ന് വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ വളർന്നത് ത്രോവാസിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതൊക്കെ ചരിത്രമാണ്. ദൈവവചനത്തിൽ നിന്നും അല്പം കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അദ്ദേഹം പഠിച്ചത് ഫിലിപ്പിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പഠിച്ചത്, തൻ്റെ വിദ്യാഭ്യാസം നേടിയത് ഫിലിപ്പിയിലാണെന്ന് പറയുന്നുണ്ട്. ചില പുസ്തകങ്ങൾ വായിച്ചത് ഞാൻ കുറിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്ത വന്നത് തൻ്റെ വിദ്യാഭ്യാസം ചെയ്ത, അല്ലെങ്കിൽ മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ താൻ MBBS വിദ്യാഭ്യാസം നേടിയ അതേ സ്ഥാനത്ത് ഒരു കർത്താവിൻ്റെ ദാസനായിരിക്കാൻ താൻ വെമ്പൽ കൊള്ളുകയാണ്. നമ്മളെല്ലാം കർത്താവിൻ്റെ ദാസന്മാരായിരിക്കാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, നമ്മളെ അറിയാത്ത ഏതെങ്കിലും ദേശത്ത് പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചാൽ, നിങ്ങൾക്ക് ദൈവിക സന്ദർശനം ലഭിച്ചാൽ, നിങ്ങൾ ആദ്യം സാക്ഷികളാകേണ്ടത് യെരുശലേമിലാണ്.
യെരുശലേമിലാണ് നിങ്ങൾ എവിടെയായിരുന്നോ, നിങ്ങൾ എവിടെയാണോ വളർത്തപ്പെട്ടത്, അവിടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ സാക്ഷിയാകാനായിട്ട് ഇടയായി തീരണം. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് വന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ സന്ദർശനം എനിക്കുണ്ടായപ്പോൾ, കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള വിളി എനിക്കുണ്ടായപ്പോൾ, ഞാൻ വേല അല്ലെങ്കിൽ ജോലിയൊക്കെ ഞാൻ രാജിവെച്ചിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കുമാണ്. എൻ്റെ വീട്ടിലുള്ളവരോട് സുവിശേഷം പറയുവാൻ, എൻ്റെ വീട്ടിലുള്ളവർ കർത്താവിലേക്ക് വരുവാൻ, എൻ്റെ നാട്ടിലുള്ളവരോട് ഇന്നും ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം ദേശത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും കർത്താവിനെ കുറിച്ച് ലജ്ജിക്കുവാനായിട്ട് പാടില്ല. ലൂക്കോസിൽ നിന്നും നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് താൻ ത്രോവാസിലേക്ക് പോയി തൻ്റെ ഔദ്യോഗിക വൃത്തി താൻ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ വെച്ച് നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിനെ കാണുകയും തുടർന്ന് താൻ പൗലോസിനോടൊപ്പം മിഷണറി യാത്ര ചെയ്യുകയും ഒടുവിൽ താൻ റോമിലേക്ക് പോവുകയും അതിനുശേഷം താൻ എഫേസോസിലേക്ക് മടങ്ങി വരികയും എഫേസോസിൽ താൻ ധാരാളം നാളുകൾ താൻ ജീവിച്ചു. ഒരു പക്ഷെങ്കിൽ അത് തിമോത്തിയോസിനോടൊപ്പമായിരിക്കാൻ വളരെ സാധ്യതയുമുണ്ട്. അതിനുശേഷം ഏതാണ്ട് 85 വയസ്സോടുകൂടെ അദ്ദേഹം മരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു ചെറിയ ആയുസ്സാണ് തന്നിരിക്കുന്നത്. നമ്മളുടെ ആയുസ്സിൻ്റെ എത്ര പകുതി കഴിഞ്ഞു എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ എത്ര നാൾ ഇനി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയത്തില്ല. നമ്മളുടെ ആയുസ് കർത്താവ് തരുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ലൂക്കോസിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനിയും ദൈവിക സന്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങൾ. 1, സത്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. സത്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഒരിക്കലും ദൈവിക സന്ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ സത്യത്തെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയുകയില്ല. സത്യം നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യും. അങ്ങനെ ബൈബിളിൽ സുവിശേഷങ്ങളിൽ പ്രാരംഭ പേജുകൾ മുതൽ ഓരോ വ്യക്തികളെ നമ്മൾ എടുത്താൽ അവർ ഒരിക്കലും സത്യത്തെക്കുറിച്ച് ലജ്ജിച്ചിട്ടില്ല. അവർ സത്യം അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവർ സ്വീകരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സത്യം അവർ അംഗീകരിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സത്യം അവർ അംഗീകരിക്കുക മാത്രമല്ല, അവർ മനസ്സിന്റെ ഉള്ളറകളിൽ അത് അടക്കി വെക്കുക മാത്രമല്ല, അത് എവിടെയും വിളിച്ചു പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സത്യം അവർ പ്രൊക്ലെയിം ചെയ്യും, അവർ വിളിച്ചു പറയും. എവിടെയും ആരോടും ഈ സത്യം ധൈര്യത്തോടെ പറയാനായിട്ട് ഇടയായി തീരും. നിങ്ങൾ ഒരിക്കൽ സത്യം അംഗീകരിച്ചവരാണ്. എന്നാൽ ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ, എവിടെയോ നിങ്ങൾക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം പറയുവാൻ നമ്മൾ മടിക്കരുത്. നമ്മളായിരിക്കുന്ന എല്ലാവരോടും, ഇപ്പോൾ ഈ ഒമാനിലുള്ള, മസ്കറ്റിലുള്ള, സീബിലുള്ള, ഗാലയിലുള്ള, റൂബിയയിലുള്ള എല്ലാവരോടും പോയി സുവിശേഷം പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സുവിശേഷം പറയുവാൻ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു അധികാര വലയം നമുക്കുണ്ടായിരിക്കണം. ആ വലയമെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ, നയമാന്റെ പെൺകുട്ടി അല്ലെ, അടിമ വീട്ടിലെ ആ പെൺകുട്ടി, അവളുടെ ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ആ ഒരു അടുക്കള മാത്രമായിരുന്നു. അവിടെ ആരുണ്ടോ അവരോട് പറയുക. അത് എവിടെ വരെ ഹൃദയങ്ങളെയും വ്യക്തികളെയും ചലിപ്പിക്കാൻ ഇടയായി തീർന്നു, ആർക്കൊക്കെ മാനസാന്തരം ഉണ്ടാകാനായിട്ട് തീർന്നു, ആരൊക്കെ ഇസ്രായേലിന്റെ ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് സ്വാധീനമുള്ള, അതായത് നമ്മളുടെ സ്വാധീന വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീരണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന പല പ്രിയപ്പെട്ടവരെയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ നിസ്തുല്യ സുവിശേഷം, ഈ സന്ദേശം നിങ്ങൾ അവരെയും കേൾപ്പിക്കുവാൻ നിങ്ങൾ ധൈര്യം കാണിച്ചു എന്നുള്ളത് എത്രയോ നല്ലതാണ്. പലപ്പോഴും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കർത്താവിനെ കുറിച്ചുള്ള വാർത്തകൾ, നല്ല വാർത്ത, സുവിശേഷം, ഗോസ്പൽ, അതായത് നമ്മളെ നിത്യമായ നരകത്തിൽ നിന്നും വിടുവിക്കുന്ന, നമുക്ക് നിത്യമായ ഒരു സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ, ഉയരത്തിൽ നിന്നുള്ള ഉദയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ഈ സന്ദേശത്തെ പലപ്പോഴും നമ്മൾ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയാറുണ്ട്. പലപ്പോഴും അതിനെ നമ്മൾ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എത്ര നല്ല രീതിയിൽ ഈ കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ വിസമ്മതിക്കുകയാണ്.
പറയുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുകയും നിങ്ങൾ സത്യമറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സത്യമറിഞ്ഞ് നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായാൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ഇന്ന് പലരും സത്യം അറിയുന്നുണ്ടെങ്കിലും സത്യം വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നിലനിൽക്കാനായിട്ട് കഴിയുന്നില്ല. പലരും ഈ ദൈവവചനം വിട്ട് പിന്മാറി പോവുകയാണ്. അതായത് ദൈവവചനത്തിന്റെ ആ ഉപദേശ സത്യങ്ങളിൽ നിന്നും അവർ പിന്മാറി പോവുകയാണ്. നമ്മളുടെ ഒരു പുതിയ തലമുറ നമ്മളെ വിട്ട് കടന്നു പോകുന്നു. എന്താണ് അതിന്റെ കാരണം പ്രിയമുള്ളവരെ? നമ്മൾ സത്യത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടാണോ? നമ്മൾ ഈ ഉപദേശത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടാണോ? വിശ്വസ്ത മനുഷ്യരെ നമുക്കിത് ഭരമേൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ തലമുറകൾ, പുതിയൊരു തലമുറ, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾ, അവർ ഈ സത്യത്തിൽ നിലനിൽക്കുവാനായിട്ട് അവർ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവം കാലങ്ങളായിട്ട്, ഓരോ കാലങ്ങളായിട്ട് ചില പ്രിയപ്പെട്ടവരെ കർത്താവ് വേർതിരിച്ച് ഈ സത്യത്തിന്റെ വക്താക്കളായിട്ട് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വരുന്ന തലമുറകളെ ഓർത്ത് നമ്മൾ കരയേണ്ടതായിട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ സ്ഥലം സഭകളിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും നിറപടിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന തലമുറ ഈ സത്യത്തിൽ, ഉപദേശ സത്യത്തിൽ, ദൈവവചനത്തിന്റെ ആ മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് വളരുവാൻ, അവർ നിലനിൽക്കുവാൻ, ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെയുള്ള ദൈവജനത്തെ, ദൈവസഭകളെ കർത്താവ് അതിന് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചു. ഇന്നും തുടർന്ന് ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ എൻ്റെ മുമ്പാകെയുള്ള സമയം അക്കമിട്ട് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഒരു പ്രസംഗത്തിന്റെ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സന്ദേശത്തിന്റെ ശൈലിയിലോ ഇന്ന് മുന്നോട്ട് പോകാൻ എൻ്റെ മുമ്പാകെ നിർവാഹമില്ല. അതുകൊണ്ട് കുറിച്ചെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് കുറിച്ചെടുത്ത് മുന്നോട്ട് പോകാം. ഞാനിവിടെ ഒരുപാട് വ്യക്തികളെ എഴുതി വെച്ചിട്ടുണ്ട്, അനേക പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചു. പക്ഷെ ഇവരെ എല്ലാം ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും കഴിവതും ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് തന്നിട്ടൊന്ന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഉയരത്തിൽ നിന്നുള്ള ഉദയം സന്ദർശിച്ച, ആ ഉദയത്തെ നേരിട്ട് അല്ലെങ്കിൽ എതിരിട്ട എത്രയോ പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾക്ക് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വന്നിട്ട് യോഹന്നാൻ സ്നാപകനും യോഹന്നാൻ അപ്പോസ്തലനും ഒക്കെ ഈ ഉദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. മനു ബ്രദറിനെ ഞാൻ നിരാശനാക്കുന്നില്ല, വായിച്ചു കൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 1:15. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. മാത്രമല്ല അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിൽ 6 മാസത്തെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. എന്താണ് യോഹന്നാൻ സ്നാപകൻ അക്സെപ്റ്റ് ചെയ്തത്? ഈ കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ആരംഭിച്ച ഒരു വ്യക്തിത്വമല്ല, ആരംഭിച്ച ഒരു ദൈവമല്ല. പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യാസ്തിത്വത്തെ കുറിച്ചാണ്. അവൻ പണ്ടേ ഉള്ളവനാണ്, അവൻ ആദി മുതലേ ഉള്ളവനാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് ലീഗ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല, സകലവും അവനാലും അവങ്കലേക്കും ആകുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് പറഞ്ഞാൽ ആദിയെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അനാദിയിൽ പിതാവിനോട് കൂടെ ഇരുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലെങ്കിൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നാണ് വായിക്കുന്നത്. ഇനിയും അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, ഈ ഉദയം നമ്മളെ സന്ദർശിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. യേശു ക്രിസ്തു നിത്യാസ്തിത്വമുള്ള ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കണം. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്ത് ലഭിച്ചിരിക്കുന്നു?
കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. 2, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ഉയരത്തിൽ നിന്നുള്ള ഉദയം എന്ന് പറയുന്നത് അവൻ നിറവായിരുന്നു എന്നുള്ളതാണ്. അവന്റെ നിറവിൽ നിന്ന് നമ്മൾ ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ ആരിൽ നിന്നാണ് നമ്മൾ കൃപ പ്രാപിക്കുന്നത്? എന്തിൽ നിന്നാണ് നമ്മൾ കൃപ പ്രാപിക്കുന്നത്? കർത്താവിന്റെ വചനം പറയുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് നിറവാവശ്യമാണ്. പലരും നമ്മളെക്കുറിച്ച് പറയുന്നു, നമുക്ക് എന്തില്ല? നിറവില്ല, ആത്മാവില്ല. എന്താ പ്രിയമുള്ളവരെ അത് പറയാനുള്ള കാര്യം? നമ്മൾ കർത്താവിൽ നിന്ന് നിറവ് പ്രാപിക്കണം, കൃപമേൽ കൃപ പ്രാപിക്കണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും നിയന്ത്രണവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ കൃപ നമ്മളിൽ പെരുകി വരണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എന്റെ മകനെ തിമോത്തിയോസേ, നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ എന്ത് ചെയ്യണം? മുതിർന്നു വരണം, അല്ലെങ്കിൽ ശക്തിപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുന്നത് കീഴ്പ്പെടുന്ന ഒരു കൃപയായിരുന്നു, എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കൃപയായിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചാൽ, കർത്താവിനെ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ദൈവകൃപയുണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച കൃപ എന്തായി തീർന്നു? വൃഥാവായി തീർന്നു. നമുക്ക് ലഭിച്ച കൃപ ഒരിക്കലും വൃഥാവായിട്ട് തീരുവാനായിട്ട് പാടില്ല. ആ കൃപയിൽ നിലനിൽക്കുവാൻ നമുക്ക് ഇടയായി തീരണം. അപ്പോൾ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്തോ ലഭിച്ചിരിക്കുന്നു? കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയോട് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. മറിയയ്ക്ക് കൃപ ലഭിച്ചെങ്കിൽ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അത് തരാൻ കർത്താവ് തയ്യാറാണ് എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അത് ആരാണെന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നെ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. പിതാവിന്റെ അടുക്കൽ എത്തുവാൻ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന് നമ്മൾ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ, കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താനായിട്ട് കഴിയത്തില്ല. പിതാവിന്റെ അടുക്കൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ ഏകവാതിലിലൂടെ, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വ്യക്തിയിലും നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനിയും ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾക്ക് അതിരില്ല. എത്രയോ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എന്നാലും ഒരെണ്ണം ഞാനൊന്ന് എടുത്തു കാണിക്കാം. 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവസാനിപ്പിച്ചില്ല, ഒരു പ്രാവശ്യവും ഇതേ പ്രസ്താവന താൻ ആരംഭിക്കുകയാണ്. 36-ാമത്തെ വാക്യത്തിൽ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തിനാണ് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? 2 പ്രാവശ്യം പറയണം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആടുകളെ, 2 കുഞ്ഞാടുകളെ കുറിച്ച് വായിക്കുന്നു. ആ 2 കുഞ്ഞാടുകൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു. ഒന്ന് അസസേലിനുള്ളത്, ഒന്ന് യഹോവയ്ക്കുള്ളത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച്, പ്രമാണമനുസരിച്ച് അവർ രാവിലെയും സന്ധ്യയ്ക്കും ഓരോ കുഞ്ഞാടിനെ അറക്കണം. അതായത് രാവിലെ 9 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്, അല്ലെങ്കിൽ സന്ധ്യാസമയം അവരുടെ അവസാനത്തെ യാമം, 4-ാമത്തെ യാമം, അതിന്റെ ആരംഭത്തിങ്കൽ ഒരു കുഞ്ഞാടിനെ അറക്കണം. ഇത് രണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സമന്വയിക്കുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അതായത് മരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
രണ്ടാമത്തേത് യഹോവയ്ക്കുള്ളത് ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാട്, മരുഭൂമിയിൽ വിട്ടയക്കാനുള്ള കുഞ്ഞാട്, ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാട്. ഇത് രണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സമന്വയിക്കുവാൻ. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു കുഞ്ഞാട് സ്വർഗത്തിൽ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അനേക കുഞ്ഞാടുകൾ അറുക്കപ്പെട്ടിട്ടുണ്ട്, അനേക കുഞ്ഞാടുകളുടെ രക്തം ഒഴുകിയിട്ടുണ്ട്, അനേകരുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ എത്രയോ കുഞ്ഞാടുകളെ, എത്രയോ പെസഹ കുഞ്ഞാടുകളെ അറുത്തിട്ടുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പെസഹ കുഞ്ഞാടല്ല, യഹൂദന്റെ പെസഹ കുഞ്ഞാടല്ല. പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 5:7 നമ്മളത് വായിക്കുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട്, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട്, ഒരു ഗോത്രത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി ഒക്കെ കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതാ യഹൂദനെയും യവനനെയും ഒന്നാക്കി തീർത്തുകൊണ്ട് സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തുന്നതിന് വേണ്ടി ഒരു പ്രായശ്ചിത്ത മരണമായി തീരുവാൻ, ഒരു പാപപരിഹാര മരണമായി തീരുവാൻ, ഒരു മറുവിലയായി തീരുവാൻ ഇതാ കർത്താവായ യേശുക്രിസ്തു മരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് അത് വളരെ നിസ്തുല്യമായിരുന്നു. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. കർത്താവ് നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ. അവന്റെ മരണം എൻ്റെ ജീവന് ആധാരമായിരുന്നു. യേശുക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു, എന്നെ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് എന്നെ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ മരണം, യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ടത്, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ രക്തം ഊറ്റപ്പെട്ടത് എന്റെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എല്ലാ മനുഷ്യരും പാപികളാണ്, ആരും പാപിയല്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. മാമോദീസ വെള്ളം തലയിൽ വീണതുകൊണ്ടോ അല്ലെങ്കിൽ സ്നാനപ്പെട്ടതുകൊണ്ടോ പാപം കഴുകി കളയപ്പെടുന്നില്ല. ഈ നസറായനായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന, ആ രക്തത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപം, പാപിയായ എന്റെ ആ പാപം കഴുകി കളയുവാൻ മതിയായ രക്തമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. എന്നാൽ യോഹന്നാൻ അവിടെ വിളിച്ചു പറയുന്നത് ഇതാ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സ്വർഗത്തിൽ നിൽക്കുന്നു. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന് അനേക പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിന്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ ഒരൊറ്റ മുറിവ് മതിയായിരുന്നു. അതിന്റെ കഴുത്തിൽ ആ തടിയിൽ വെച്ച് ആഞ്ഞൊരു വെട്ടുവെട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞാട് മരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ അവൻ മരണം ആസ്വദിച്ച് മരണം അനുഭവിച്ച ഒരു കർത്താവാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേഹമാസകലം മുറിവുകളാണ്. തന്റെ ശരീരത്തിലൂടെ വാർന്നൊഴുകിയ രക്തം. മഹാകവി KV സൈമൺ സാർ പാടിയിരിക്കുന്നത് പഞ്ചകായങ്ങളിലൂടെ വമിച്ച രക്തം എന്ന് പറയുന്നത് സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മാനവജാതിയുടെ ആരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ, മരിച്ചിട്ടുണ്ടോ, ഇനി എത്ര പേർ ജനിക്കാനിരിക്കുന്നു, എത്രയോ കോടി ജനങ്ങൾ. യോഹന്നാൻ വിളിച്ചു പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും സകല മനുഷ്യർക്കും. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറഞ്ഞത് ഇതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. പ്രവാചകന്മാർ, യെശയ്യാ പ്രവാചകൻ, യെരമ്യാ പ്രവാചകൻ, അവരെല്ലാം വിളിച്ചത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ. ഇനിയും ഉദയം എന്നുള്ള വാക്ക് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്നുള്ള വാക്ക് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകര് വന്ന് പന്തിക്കിരിക്കും. മിന്നൽ ആരംഭിക്കുന്ന കിഴക്ക് നിന്നാണ്, അത് പടിഞ്ഞാറ് വരെ പോകും. ഇനിയും യെശയ്യാ പ്രവചനം 43 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഞാൻ വിളിച്ചു വരുത്താനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ, അല്ലെങ്കിൽ അത് ആസകലം എന്നാണ് അതിന്റെ അർത്ഥം. അവരെല്ലാം കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമുക്കറിയാം ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. വിദ്വാൻമാർ വന്ന ആ കാര്യം, അവർ കിഴക്ക് നിന്നാണ് വന്നത്. എന്നാൽ പൗരസ്ത്യ ദേശത്തു നിന്നും പാശ്ചാത്യ ദേശത്തു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്നവരെല്ലാം യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവരോടെല്ലാം കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഗ്രീക്കുകാർ, യവനന്മാർ, അവര് പടിഞ്ഞാറ് നിന്നും വന്നവരാണ്. അവർക്ക് ഈ യജമാനന്മാരെ അല്ലെങ്കിൽ ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും ഒക്കെ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യജമാനന്മാരെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ
താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കാതെ, യേശു ക്രിസ്തു അടക്കപ്പെടാതെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതെ, പെന്തക്കോസ്ത് നാൾ ആരംഭിക്കാതെ യവന്മാർക്ക് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ ഉള്ളം കലങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ വന്ന ഇവരെ എനിക്ക് ഇപ്പോൾ ആകർഷിക്കാനായിട്ട് കഴിയില്ലല്ലോ എന്നുള്ള ഒരു പക്ഷെങ്കിൽ ആ വ്യസനമായിരിക്കാം. എന്നാലും കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളെ ആകർഷിച്ചത് ലാസറിന്റെ മരണമല്ല, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതെനിക്കറിയാം. ലാസർ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവർ കടന്നു വന്നിരിക്കുകയാണ്, പടിഞ്ഞാറ് നിന്നും കടന്നു വന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ ക്രൂശിൽ മരിക്കും, ആ ക്രൂശിലെ മരണമായിരിക്കും എല്ലാവരെയും, ലോകത്തെ മുഴുവൻ എങ്കിലേക്ക് ആകർഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, തന്റെ ശരീരം നമ്മൾക്കായിട്ട് തകർക്കപ്പെട്ടത്, ദേഹമാസകലം മുറിവുകളാൽ ചൂടപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു പ്രിയമുള്ളവരെ? എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. എനിക്ക് ഒരു മറുവിലിയായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടും നമ്മുടെ കർത്താവും തമ്മിൽ അനേകം സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അതെല്ലാം ഒന്നും ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒടുവിലായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. നമ്മുടെ കർത്താവ് മാത്രമേ ഒരു പെസഹ കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ആ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എത്രയോ പെസഹ കുഞ്ഞാടുകൾ അറക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതം അല്ലെങ്കിൽ അവരുടെയൊക്കെ അതങ്ങ് കഴിഞ്ഞുപോയി, തീർന്നു. എന്നാൽ ഒരുവൻ മാത്രം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ ലോകത്തിൽ അനേകര് ഈ ഭൂമിയിൽ നിന്ന് ഉദയം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം മാത്രമേ ആ ഉദയത്തിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളൂ. പാട്ടുകാരൻ പാടുന്നുണ്ട്, എം.ഇ. ചെറിയാൻ സാർ പാടിയിട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്രയോ കല്ലറകൾ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് റെസ്റ്റ് ഇൻ പീസ്. അവരെല്ലാം അവിടെ ഉറങ്ങി ആശ്വസിക്കുകയാണ്. അവരെല്ലാവരും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരേ ഒരു കല്ലറ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഇവിടെ ഇല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ്. ഇനിയും ഇന്നലെ രാത്രിയിൽ നമ്മൾ ശിമിയോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. ശിമിയോൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അനേക വാക്കുകൾ, അതൊന്നും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. എന്നാൽ ഈ ശിമിയോൻ ഈ വാക്കുകൾ പറയുമ്പോൾ, നിന്റെ സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പറയുമ്പോൾ, തൻ്റെ ചാരെ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരു ഒരമ്മച്ചി, എന്താ പറയേണ്ടത്, വാർദ്ധക്യത്തിലെത്തിയ ഒരു സഹോദരി അവിടെ നിൽപ്പുണ്ട്. ആ സഹോദരിയുടെ പേരാണ് ഹന്ന എന്ന് പറയുന്ന പ്രവാചകി. എത്ര വയസ്സുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും വളരെ വയസ്സ് ചെന്നവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ കന്യാകാലം ഒരു മാക്സിമം 15 വെക്കാം. അതിനുശേഷം ഭർത്താവിനോടുകൂടെ 7 വർഷം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 85 നീണ്ട വർഷങ്ങൾ പ്രത്യാശ കൈവിടാത്തവളായിട്ട്, കണ്ണുനീരോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ഉപവാസത്തോടുകൂടെ യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന അനേകരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു ഈ ഹന്ന എന്ന് പറയുന്നത്. അവൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഈ ശിമിയോൻ പറഞ്ഞ വാക്കുകൾ, യോസെഫിന്റെ അല്ലെങ്കിൽ മറിയയുടെ ആ എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവൾ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അവളുടെ പ്രായം വകവെക്കാതെ, അവളുടെ വയസ്സ് വകവെക്കാതെ, അവളുടെ ബലഹീനത വകവെക്കാതെ അവൾ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പറയാനായിട്ടിടയായി തീർന്നു. യേശുക്രിസ്തു ജനിച്ചതേ ഉള്ളൂ, 40 ദിവസം പ്രായമായിട്ടേ ഉള്ളൂ. ഇനി യേശുക്രിസ്തു ജീവിക്കാൻ എത്രയോ നാളുകൾ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ സ്നാനം കഴിഞ്ഞിട്ടില്ല, തന്റെ 3.5 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല, യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. കർത്താവ് ഏറ്റവും ഒടുവിലാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ലോകമൊക്കെയും പോയി സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. എന്നാൽ ഇവിടെ ഇതാ ഹന്ന സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. അനേകരോട് കർത്താവിനെ കുറിച്ച് പറയാനായിട്ടിടയായി തീർന്നു. നമ്മളൊക്കെ എന്താ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാത്തത്?
എന്താ പ്രസംഗിക്കുക? എൻ്റെ ബ്രദറെ, എനിക്ക് ശക്തിയില്ല, എനിക്ക് കൃപയില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് കഴിവില്ല. ഈ സഹോദരിയുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ. ആ സഹോദരി പ്രസംഗിച്ചത് കേട്ട ഒരു മനുഷ്യൻ പിന്നീട് കർത്താവിങ്കലേക്ക് വരികയുണ്ടായി. അത് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ശിമിയോൻ മാത്രമല്ല, ഹന്ന, എത്രയോ പേർ കർത്താവിങ്കലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ ആട്ടിടയന്മാർ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു സന്ദേശം അവർക്ക് ലഭിക്കുകയുണ്ടായി. അവർക്ക് ദിവ്യമായിട്ടുള്ള ഒരു സന്ദർശനം അവർക്ക് ലഭിക്കുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിച്ചാൽ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ ആട്ടിടയന്മാർ, അവരെ കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം. ആട്ടിടയന്മാർക്ക് ദൈവിക സന്ദർശനം ലഭിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി ക്രിസ്മസിന്റെ ദിനങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. ഇവിടെയും ഒരുപക്ഷെങ്കിൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും അതിന്റെ പരിവേഷങ്ങളും ഒക്കെ ഇവിടെയും ഉണ്ടായിരിക്കാം. നാട്ടിലാണെങ്കിൽ വളരെ കേമമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഓരോ ക്രിസ്മസും കഴിയുമ്പോൾ ആ ജനനം അതോടുകൂടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ ആട്ടിടയന്മാരോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്കൊരു അടയാളം കിട്ടി. 2, അവർക്കൊരു സന്ദേശം കിട്ടി. എന്താണ് അവർക്ക് കിട്ടിയ അടയാളം? ധാരാളം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെങ്കിൽ അവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ ശീലകൾ പൊതിഞ്ഞ് വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ ആ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ യേശുവിനെ നിങ്ങൾ കാണും. അടയാളം അതാണ്. എന്തിനാണ് അങ്ങനെ ഒരു അടയാളം കിട്ടിയത്? ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കാം. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അന്ന് അല്ലെങ്കിൽ ആ ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ വഴിയമ്പലങ്ങളും ഈ ദമ്പതികളുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. എല്ലാ വീടുകളും അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു. അതൊന്നും തുറന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു പ്രിയമുള്ളവരെ? ഒരൊറ്റ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെങ്കിൽ ഈ ആട്ടിടയന്മാർക്ക് ഒരു അടയാളം കൊടുക്കണം. കർത്താവിനെ കാണുവാൻ ഒരാൾക്കൊരു അടയാളം കൊടുക്കാൻ എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ദൈവം കഷ്ടത തന്നേക്കാം. സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ നമ്മുടെ കർത്താവ്, വലിയവനായ ദൈവം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യത്തിനും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് കിട്ടിയ അടയാളം എന്തായിരുന്നു? അവർക്ക് കിട്ടിയ സന്ദേശം ഞാൻ ഇന്ന് പകലിലും ആ വാക്യം ഞാൻ ഒന്ന് വായിച്ച് ഞാൻ ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. നോക്കിയേ, 10-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നല്ല ഒരു സന്ദേശം. അവിടെ തന്നെ നിന്നുകൊണ്ട് 2-3 ദിവസങ്ങൾ ആവർത്തിച്ച് പ്രസംഗിക്കാനുള്ള അനേക കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ഉണ്ട്. അവർക്ക് കിട്ടിയ ഈ സന്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിന് ഈ ഭൂമിയിൽ സകല മാനവജാതിക്കും ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനമുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്തുമസ് ഗിഫ്റ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ദാനമാണ്, ഗിഫ്റ്റ്. യോഹന്നാന്റെ സുവിശേഷം 3:16 അവനെ നൽകുവാൻ തക്കവണ്ണം he gave his only begotten son. അവൻ നൽകി, അവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ദാനമാണ്. യേശു ക്രിസ്തുവിനെ ദാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ദാനമാണ്, രക്ഷ നമുക്ക് ദാനമാണ്, അതുപോലെ തന്നെ വിശ്വാസം നമുക്ക് ദാനമാണ്, കഷ്ടത നമുക്ക് ദാനമാണ്. എത്രയോ ദാനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, എല്ലാം ശ്രേഷ്ഠത തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമായ ഒരു ദാനമാണ്. ഇന്നും ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കിട്ടിയിട്ടില്ലാത്ത, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമ്മാനം, ക്രിസ്തു എന്ന സമ്മാനം, ആ ശിശുമശിഹി എന്ന സമ്മാനം, ദാനം നിങ്ങൾക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ഈ ദാനത്തിന്റെ അനേക പ്രത്യേകതകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. അതിൽ ഏതാണ്ട് 12ഓളം വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 12ഓളം വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ വാക്കിനും വളരെ വിലപ്പെട്ടതാണ്. ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തേത്
ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവവചനത്തിൽ എത്രയോ പ്രാവശ്യം 365 ഉണ്ടെന്ന് ആരോ പറയുന്നു. എന്നാൽ ആ ഒരൊറ്റ വാക്ക് പർട്ടിക്കുലറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട, ഇങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാരാണ് അത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വുംബ്രാണ്ട് എന്ന് പറയുന്ന റഷ്യയിൽ കർത്താവിന്റെ വേല ചെയ്ത, കർത്താവിന് വേണ്ടി അനേകരെ നേടി ഒടുവിൽ ആ തടവിൽ കഴിഞ്ഞ മനുഷ്യനാണ്. എനിക്കറിയാം, പുനലൂരിൽ ഞാൻ 8ാം ക്ലാസ്സിലോ എങ്ങാണ്ട് പഠിക്കുമ്പോൾ ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യനെ കാണാൻ ഞാനും പോയി. സെന്റ് ഗൊരട്ടി സ്കൂളിലാണ്, അതറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സെന്റ് ഗൊരട്ടി സ്കൂളിൽ ആ മൈതാനത്തിൽ ഈ റിച്ചാർഡ് വുംബ്രാണ്ട് വന്നു. അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലെടുത്ത് മേശമേൽ വെച്ചുകൊണ്ട് കാണിച്ചു. ആ കണങ്കാലിൽ ആ ചങ്ങലയിട്ടതിന്റെ പാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുഴിഞ്ഞിരിക്കുകയാണ്, അത്രയും പാടുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ ജയിലിൽ എത്രയോ ആണ്ടുകൾ, എത്രയോ വർഷങ്ങൾ ഞാൻ കിടന്നു. ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുമായിരുന്നു. ഓരോ അധ്യായം വെച്ചല്ല, നമ്മൾ അങ്ങനെയാണല്ലോ വായിക്കുന്നത്, കഷ്ടിച്ചൊരധ്യായം. നമ്മൾ കിടക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് 23-ാം സങ്കീർത്തനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. എന്നാൽ ആ ദൈവദാസന് ധാരാളം സമയമുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നമ്മൾ മടിക്കുന്നെങ്കിൽ തമ്പുരാൻ ധാരാളം സമയം തരും, മറക്കരുത്. എന്നാൽ ഇന്ന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട്, ക്രമീകൃതമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സമയമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവം സമയം തരും. ഈ ദൈവദാസൻ ഓരോ ദിവസവും അനേക അധ്യായങ്ങൾ ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് വായിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓരോ ദിവസവും വായിക്കുമ്പോൾ അതിൽ എനിക്ക് കിട്ടിയ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഭ്രമിച്ചു പോകേണ്ട, അല്ലെങ്കിൽ നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. താൻ പറഞ്ഞു, ഒരാണ്ടിന്റെ 365 ദിവസങ്ങളും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു കർത്താവ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഭയം കൂടാതെ ജീവിക്കുവാൻ, നേരത്തെ നമ്മൾ വായിച്ചു, ഭയം കൂടാതെ ഭക്തിയോടെ ഈ ഭൂമിയിൽ കർത്താവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള ഒരു നല്ല സമ്മാനം. ആ സമ്മാനത്തിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇറ്റ് ഈസ് എ പീസ്ഫുൾ ഗിഫ്റ്റ്. ഒരു സമാധാനത്തിന്റെ ഒരു ദാനം, ഒരു സമ്മാനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ അരുതെന്ന് പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. 2, നിങ്ങൾ ഭ്രമിച്ചു പോകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മുഷിയരുത്. ഇങ്ങനെയുള്ള അനേകം വാക്കുകൾ ദൈവവചനത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന അനേക വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2ാമത്തെ വാക്കെന്ന് പറയുന്നത് സർവ്വജനത്തിനും ഇറ്റ് ഈസ് എ പെക്യൂലിയർ ഗിഫ്റ്റ്. നമ്മളാണെങ്കിൽ ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രായമനുസരിച്ച്, കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ അല്ലായിരുന്നു അല്ലേ, ചില നാളുകൾക്ക് മുമ്പ്, അന്ന് സമ്മാനം കിട്ടിയില്ലേ? അപ്പോൾ നമുക്കെല്ലാം സമ്മാനം കിട്ടും. ഈ സമ്മാനം കിട്ടുമ്പോൾ നമ്മളുടെ പ്രായത്തിനനുസരിച്ച്, നമ്മളുടെ നേച്ചറിനനുസരിച്ച് ഒക്കെയാണ് സമ്മാനം കിട്ടുന്നത്. എന്നാൽ ഇതൊരു പെക്യൂലിയർ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ, ബ്രദറുകാരന് വേറൊരു സമ്മാനം, അല്ലെങ്കിൽ മർത്തോമക്കാരന് വേറൊന്ന്, വേറൊരു യേശുക്രിസ്തു അല്ല, എല്ലാവർക്കും ഒരേ സമ്മാനം. കർത്താവായ യേശുക്രിസ്തു ജാതി, മത, വർഗ, വർണ്ണ, സഭാവ്യത്യാസമന്യേ എല്ലാവർക്കും ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സമ്മാനം, ഒരേ ഒരു ദാനം, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ട. ആട്ടിടയന്മാരെ, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിനും സകല ജനത്തിനും ഇറ്റ് ഈസ് എ പെക്യൂലിയർ ഗിഫ്റ്റ്. ഇനിയും 3ാമത്തെ വാക്ക് വളരെ പെട്ടെന്ന് നോക്കിക്കോണം കേട്ടോ, സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവാനുള്ളോരു. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജനിച്ചതല്ല നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കർത്താവ് ജനിച്ചു എന്നും പറഞ്ഞ് സന്തോഷം. ഞങ്ങളുടെ നാട്ടിലെ ഒരു അച്ചായനുണ്ട്. ആ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം അടിക്കുന്ന അച്ചായൻ, മദ്യപിക്കുന്ന അച്ചായൻ. അദ്ദേഹം ക്രിസ്തുമസിനും മദ്യപിക്കും, ഈസ്റ്ററിനും മദ്യപിക്കും. ക്രിസ്തുമസിന് മദ്യപിച്ചാൽ ചോദിക്കും, എന്താ അച്ചായ മദ്യപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എടാ നമ്മുടെ ഈശോ മശീഹ ജനിച്ചു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ഇനിയും ഈസ്റ്ററിന്റെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എടാ ഈശോ മശീഹായെ അവര് ക്രൂശിക്കേറ്റി, അതുകൊണ്ട് മദ്യപിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവര്, എന്തിനും ഏതിനും കാരണമുണ്ടല്ലോ. എന്നാൽ ഉണ്ടാവാനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ജനിച്ചതിനേക്കാൾ ഉണ്ടാവാനുള്ള ഒരു സന്തോഷം, ജനിച്ചതിനേക്കാൾ തൻ്റെ മരണമാണ് പ്രിയമുള്ളവരെ നമുക്ക് സന്തോഷമുളവാക്കുന്ന കാര്യം. മറക്കരുത്, തൻ്റെ ജനനത്തെക്കാൾ തൻ്റെ മരണം. അതുകൊണ്ടാണ് ഇവിടെ ദൂതൻ പറഞ്ഞത്, സകല ജനത്തിനും ഉണ്ടാവാനുള്ള ഒരു സന്തോഷം, ഉണ്ടാവാനുള്ള ഒരു സന്തോഷം. ദാറ്റ് ഈസ് എ പ്രപ്പോസ്ഡ് ഗിഫ്റ്റ്.
എന്ന് പറഞ്ഞാൽ അത് ഇനിയും മുന്നമേ കൂട്ടി ഇവിടെ പറയുകയാണ് പ്രപ്പോസ്ഡ് ഗിഫ്റ്റ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജനനത്തിങ്കൽ നമ്മൾ ഒരുപക്ഷെങ്കിൽ സന്തോഷിക്കുന്നവരായിരിക്കാം. എന്നാൽ കർത്താവിന്റെ മരണത്തിൽ സന്തോഷിക്കുവാൻ നമുക്കിടയായി തീരണം. ജനനം ആഘോഷിക്കുന്നതിനേക്കാൾ മരണം ആഘോഷിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചതോറും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നമ്മൾ ഓരോ ആഴ്ചയിലും കൂടി വന്ന് നമ്മുടെ കർത്താവിന്റെ മരണം കൊണ്ടാടുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കണം. കൂടി വരുമ്പോഴൊക്കെയുമല്ല, നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്ന് പറഞ്ഞാൽ അത് എന്ന് കുടിക്കണമെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖയുണ്ട്. അപ്പോൾ ഇതൊരു പ്രപ്പോസ്ഡ് ഗിഫ്റ്റ് ആയിരുന്നു. തൻ്റെ ജനനത്തെക്കാൾ മരണത്തിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 4-ാമത്തെ കാര്യം ഇനി വിശദീകരിക്കുന്നില്ല. മഹാസന്തോഷം. ഇറ്റ് ഈസ് എ മെഗാ റിജോയ്സ്, ജോയ്, ഏറ്റവും വലിയ സന്തോഷം. ഇതിനപ്പുറം വേറൊരു സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഗിഫ്റ്റ്. ഇതുപോലെ തികവുള്ള, ഇതുപോലെ ശ്രേഷ്ഠമായ ഇനി വേറൊരു ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള ഏക കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, ഇനി യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവാണ്. ആർക്കെങ്കിലും രക്ഷിക്കപ്പെട്ട ആർക്കെങ്കിലും എന്നെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ വേറൊരു രക്ഷകനെ കിട്ടിയിരുന്നെങ്കിലെന്ന്? ഇല്ല, തോന്നത്തില്ല, തോന്നിയിട്ടേയില്ല. അതാണ് നമ്മുടെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. എന്നാൽ വേറെ ഏതെങ്കിലും രക്ഷകനിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അവര് മാറി 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 പൊക്കോണ്ടിരിക്കുമെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു കർത്താവ്. ഇനി മറ്റൊരു രക്ഷകൻ നമുക്ക് വേണ്ട എന്നുള്ള നിലയിൽ നമ്മളെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു കർത്താവ്. ഇനിയും ഞാൻ നിങ്ങളോട് ദൂതൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പേഴ്സണൽ ഗിഫ്റ്റ്. ഓരോ വ്യക്തിക്കുമുള്ളതാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിയാനായിട്ട് സാധ്യതയില്ല. ഇത് ഓരോരുത്തർക്കുമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വർഗം പറയുകയാണ്, ഞാൻ നിങ്ങളോട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ രക്ഷിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചേ മതിയാകുള്ളൂ. എനിക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യാൻ പറ്റത്തില്ല. സമം ഒരു തലതൊട്ടപ്പൻ നമുക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് വേണ്ടി എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷകൻ, ഒരു കർത്താവ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? സുവിശേഷിക്കുന്നു. പ്രൊക്ലൈമിംഗ്, പറയുന്നു. ഈ സുവിശേഷം പറയാനുള്ളതാ. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ സഹോദര അടങ്ങി ഒതുങ്ങി നിന്ന് പ്രസംഗിച്ചാൽ പോരെ? പറ്റത്തില്ലെന്നേ. ഇത് സുവിശേഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊക്ലെയിം ചെയ്യാനുള്ളതാണ്. തെസ്സലോനിക്കരെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കർത്താവിന്റെ വചനം, ഈ സുവിശേഷം എന്ത് ചെയ്തു? മുഴങ്ങിച്ചെന്നു എന്നാണ് പറയുന്നത്. പൗലോസിന്റെ പ്രസംഗങ്ങൾ, പൗലോസ്ലിഹായുടെ പ്രസംഗങ്ങൾ, പത്രോസിന്റെ പ്രസംഗങ്ങൾ, സ്തേഫാനോസിന്റെ പ്രസംഗം, അതെല്ലാം അവര് പ്രസംഗിച്ചത് ആംഗ്യം കാണിച്ചുകൊണ്ടാ പ്രസംഗിച്ചെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിന് ഒരു വീര്യം ഉണ്ടായിരിക്കണം, അതൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ധൈര്യത്തോടെ ആയിരിക്കണം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രസംഗത്തിന് തടയിടാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. ഇന്ന് ഒരു പക്ഷെങ്കിൽ എൻ്റെ ജീവൻ എടുക്കാനായിട്ട് കഴിഞ്ഞേക്കാം, പക്ഷെങ്കിൽ ആ ജീവൻ എടുക്കുന്ന വ്യക്തിയെ കൊണ്ട് നാളെ പ്രസംഗിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രൊക്ലമേഷൻ കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെ അത് അഭംഗുരം തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ കേട്ടേ മതിയാകുകയുള്ളൂ. നിങ്ങളെ ആ സുവിശേഷം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം, ഉയരത്തിൽ നിന്ന് ആ ആർദ്രകരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നിത്യത മുഴുവൻ നിത്യ നരകത്തിൽ ചെലവഴിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ഇടവരരുത്. ഇന്ന് കേൾക്കുന്ന സുവിശേഷം അതെന്റെ രക്ഷയ്ക്കാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായി തീരണം. ആ സന്ദേശത്തിന്റെ പ്രത്യേകതകൾ ഇനി പറയുകയാണ്. കർത്താവായ ക്രിസ്തു ഇറ്റ്സ് എ പവർഫുൾ ഗിഫ്റ്റ്. അടുത്ത വാക്ക് നോക്കിക്കേ, എന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്രാക്ടിക്കൽ ഗിഫ്റ്റ്. പവർഫുൾ ഗിഫ്റ്റ്, പ്രാക്ടിക്കൽ ഗിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ ഗിഫ്റ്റ്
ദിസ് ഡേ. സമയം മാറ്റിവെക്കരുത്, സമയം മാറ്റിവെക്കരുത്. എന്ന് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നോ അന്ന് ഈ ദൈവത്തിന്റെ വചനം നമുക്കുള്ളതാണ്. അന്ന് കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അരികിലുണ്ട്, എൻ്റെ കാതിനരികിലുണ്ട്. എന്നോട് മന്ദമായി സംസാരിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ കർത്താവ് ഇരിക്കുകയാണ്. പൗലോസ് ലീഗ ഫിലിപ്പിയിൽ ചെന്ന് ആ ലുദിയോടൊക്കെ സുവിശേഷം പറഞ്ഞപ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസ് ആ സഹോദരിമാരോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വാതുക്കൽ മുട്ടുന്ന, ഹൃദയത്തിന്റെ വാതുക്കൽ നിൽക്കുന്ന ഒരു കർത്താവ്. എൻ്റെ പ്രിയ സ്നേഹിത, ഇന്ന് ഈ കർത്താവ്, ഈ രക്ഷിതാവ് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ സഭ മാറാൻ ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഒരു സഭ വിട്ട് മറ്റൊരു സഭയിൽ പോയാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കണം. ഈ യേശുവിനെ കർത്താവായിട്ട് വാഗൊണ്ട് ഏറ്റുപറയണം. വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെട്ട് ഈ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. അത് സമയം വേറെ മാറ്റിവെക്കരുത് ഇന്ന്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. സമയം മാറ്റിവെക്കുവാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞിട്ട് പറയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ ഇറ്റ് ഇസ് എ പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്. ദാവീദിന്റെ പട്ടണത്തിൽ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് എന്തു പറഞ്ഞോ അതിന്റെ നിവർത്തീകരണമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുത്തശ്ശി കഥയിലെ കഥാപാത്രമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ ചരിത്രം തിരുത്തിക്കുറിക്കാനാവാത്ത വിധം ഒരു ചരിത്ര പുരുഷനായിട്ട് നിലനിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു തിരുവട്ടാർ കൃഷ്ണൻകുട്ടിച്ചായനൊക്കെ ഇത് പറയുന്നതൊക്കെ വളരെ രസകരമാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രാതീത ചരിത്രവും ഐഹിക ചരിത്രവും കൊണ്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിന്റെ നടുവിൽ നിലകൊള്ളുന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാലത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുതലയായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അല്ലെങ്കിൽ യേശു ക്രിസ്തു അങ്ങനെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു എത്രയോ ശ്രേഷ്ഠനാണ്, എത്രയോ ഉന്നതനാണ്. അത് കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്കായി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റഡ് ഗിഫ്റ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലക്ഷ്യമിടുന്ന, നിങ്ങളെ കൊണ്ടുപോകുന്ന, നിങ്ങളെ മാറ്റി നിർത്താൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഇറ്റ് ഈസ് എ പോയിന്റഡ് ഗിഫ്റ്റ് അൺടു യു. നിങ്ങളോട് ഏറ്റവും ഒടുവിൽ ഇവിടെ പറയുകയാണ്, ജനിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ഈസ് ബോൺ. ഇറ്റ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇതുപോലെ വിലയേറിയ ഒരു നല്ല സമ്മാനം, ഒരു നല്ല രക്ഷ വേറെയില്ല പ്രിയമുള്ളവരെ. ഇതുപോലെ നല്ലൊരു സുവിശേഷം വേറെയില്ല. ഇവിടെ ആട്ടമോ കൂത്തോ ഡാൻസോ ചെണ്ടമേളമോ കൊട്ടോ പാട്ടോ വെടിക്കെട്ടോ ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് തരാൻ ഒന്നേ ഉള്ളൂ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. പത്രോസ് പറഞ്ഞത് അങ്ങനെയല്ലേ? പത്രോസ് യോഹന്നാനും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. ഞങ്ങൾക്കുള്ളത് ഇതാണ് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കിട്ടി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് തരിക എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ കടമ, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഒരു വാക്കൂടെ കടത്തി പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ നിർബന്ധം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഈ കർത്താവിനെ നിങ്ങൾക്ക് തരണം എന്നുള്ളത്. ഇനി നമുക്ക് മടങ്ങി വരാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ വിദ്വാൻമാർ കർത്താവിനെ കാണാനായിട്ട് വരികയാണ്. വിദ്വാൻമാർക്ക് ദൈവിക സന്ദർശനം ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഇടയന്മാരോടുള്ള ബന്ധത്തിൽ പിന്നെയും അനേക കാര്യങ്ങളുണ്ട്. ഞാൻ അത് വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവർ ആടുകളെ വെളിപ്രദേശത്ത് വിട്ടിട്ട് അവർ തിടുക്കത്തോടെ കർത്താവിനെ ചെന്ന് കാണാനായിട്ടിടയായി തീർന്നു. ആ ശിശുവിനെ കാണാനായിട്ടിടയായി തീർന്നു. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് ആശ്ചര്യപ്പെട്ട് അവർ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പൊക്കൊള്ളട്ടെ. ഈ ആട്ടിടയന്മാരെന്ന് പറയുന്നത് ദൈവാലയത്തിലേക്ക് അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള ആടുകളെ ആയിരുന്നു ഇവർ വളർത്തിയിരുന്നതെന്നാണ് ചില ചരിത്ര പുസ്തകങ്ങളിലൊക്കെ എനിക്ക് വായിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒരു പക്ഷെങ്കിൽ ഈ ആടുകളെ അവർ വെളിമ്പ്രദേശത്ത് വിട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഒരു യാഗം ആ ദൈവാലയത്തിൽ ആവശ്യമില്ലെന്നേ അവർക്കത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ആടിനെ എന്തിനാണ്, ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ആ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ആ കുഞ്ഞാട്. എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത് ഈ ആട്ടിടയന്മാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആടുകൾ സ്വതന്ത്രരായി,
ഈ ആളുകൾ സ്വതന്ത്രരായി. അവരുടെ മരണഭീതി മാറി. അവർക്ക് ഓരോ ദിവസവും മരണഭീതിയാണ്. അവർക്കിനി മരിക്കേണ്ട ആവശ്യമില്ല. ആ ആടുകൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു, ഈ കുഞ്ഞ് ഞങ്ങളുടെ മരണം മാറ്റി. ഈ ശിശുമശികയുണ്ടല്ലോ, ഈ കുഞ്ഞുണ്ടല്ലോ, ആ ആട്ടിടയന്മാർ കാണാൻ പോയ ആ യേശു കുഞ്ഞുണ്ടല്ലോ, ഞങ്ങളുടെ മരണം മാറ്റി. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ ആടുകൾക്ക് വേണ്ടി അല്ലല്ലോ യേശു മരിച്ചത്, നമുക്ക് വേണ്ടിയാണ്, സർവ്വമാനവ ജാതിക്കും വേണ്ടി. ഈ ദൂത് കൊടുത്ത, ഈ സന്ദേശം കൊടുത്ത ഒരു ദൂതന് വേണ്ടി കൂടെ അല്ല പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് മരിച്ചത്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിയുവാൻ, ഈ സത്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഈ സത്യത്തെ ഒന്ന് അംഗീകരിച്ച് ഹൃദയത്തിൽ ഈ കർത്താവിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇനിയും വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു. വിദ്വാൻമാർ കർത്താവിനെ കാണാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ അവന്റെ നക്ഷത്രം എവിടെ കണ്ടു? കിഴക്ക് കണ്ടു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഞങ്ങൾ അവനെ ആരാധിക്കാനായിട്ട് വരികയാണ്. അവർ യാത്ര, ഈ വിദ്വാൻമാരൊക്കെ എവിടുന്നാ പോയെന്നുള്ളത് ഞാൻ ഇന്നും പകലും ഞാൻ ഇങ്ങനെ ഒന്ന് പരിധി നോക്കുകയായിരുന്നു. പണ്ടൊക്കെ പറഞ്ഞത് അത് ഇറാനിൽ നിന്നാ പോയെന്നാ പറയുന്നത്. പിന്നീട് കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ അത് ഇറാഖിൽ നിന്നാണ് പോയതെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഓൺലൈനിൽ തപ്പിയപ്പോൾ അവിടെ കണ്ടത് അത് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് എവിടുന്നോ ആണ് പോയതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യമനായിരിക്കാൻ സാധ്യതയുണ്ട്, അത് ഒമാനായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മധ്യ പൗരസ്യ ഈ 7 ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന എവിടെ നിന്നെങ്കിലും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എവിടുന്നോ ആയിക്കൊള്ളട്ടെ. എത്ര പേരുണ്ടെന്നുള്ളതിനും പലരും പറയാറുണ്ട് 3 എന്നാണ് പറയുന്നത്, പൊന്ന്, മൂര്, കുന്തിരികം. എന്നാൽ 3 പേരാണെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖയുമില്ല. എന്നാൽ അവർ മുന്നോട്ട് പോയി. അവരെന്തുകൊണ്ട് പോകാനായിട്ട് ഇടയായി തീർന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നക്ഷത്രം കിഴക്ക് കണ്ടു. അവർക്കത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പറയുക, ഞങ്ങൾ നക്ഷത്രം കിഴക്ക് കണ്ടെന്നല്ല അവർ പറയുന്നത്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്നുള്ളതാണ്. അത് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്. ഇവർ ഒരു പക്ഷെങ്കിൽ ഈ ശാസ്ത്രിമാർ, അല്ലെങ്കിൽ ഇവർ ഈ വാനഗോള ശാസ്ത്രജ്ഞന്മാർ ഈ ദൈവവചനം ഒരു പക്ഷെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം. അതനുസരിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊട്ടാരത്തിൽ ആ ഹേരോദാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു നക്ഷത്രം വെളിവായതായിട്ട് വായിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിന് അനേക പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നക്ഷത്രം എന്ന് പറയുന്നത് അത് ചലിക്കുന്ന നക്ഷത്രമായിരുന്നു. എവിടെ ചലിക്കാൻ തുടങ്ങി, എപ്പോൾ ചലിക്കാൻ തുടങ്ങി എന്നുള്ളത് 2 പക്ഷമുണ്ട്. ഒരു പക്ഷെങ്കിൽ ആ കിഴക്ക് കണ്ട നക്ഷത്രം ഇവർക്ക് മുമ്പായിട്ട് നേരത്തെ തന്നെ പൊക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ഇവർ കൊട്ടാരത്തിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഈ നക്ഷത്രം പിന്നെയും പ്രത്യക്ഷമായി ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ചിന്തിക്കാം. ആദ്യം പറഞ്ഞതിനാണ് ഒരു പക്ഷെങ്കിൽ സാധ്യത കൂടുതലുള്ളത്. അവർ ഈ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അവർ ആ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ആരംഭിച്ചു. എന്നാണ് ഈ നക്ഷത്രം അങ്ങനെയാണെങ്കിൽ എന്നാണ് ഈ നക്ഷത്രം ചലിക്കാൻ തുടങ്ങിയത്? ഏത് നിമിഷമാണ് ചലിക്കാൻ തുടങ്ങിയത്? ഞാനിങ്ങനെ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ നക്ഷത്രം ചലിക്കാനായിട്ട് തുടങ്ങിയത് ഈ യേശുക്കുഞ്ഞിന് വേണ്ടി, ഈ യേശു കർത്താവിന് വേണ്ടി സമർപ്പിക്കാനുള്ള വസ്തുക്കൾ അവർ സ്വരൂപിച്ചു കഴിഞ്ഞപ്പോൾ. അല്ലെങ്കിൽ ഈ കർത്താവിനെ വെറും കൈയോടെ കാണാനായിട്ട് പറ്റത്തില്ല. ഈ കർത്താവിന് എന്തെങ്കിലും സമർപ്പിക്കാൻ വേണം. അവർ പൊന്നും മൂരും കുന്തിരിക്കവും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇതാ നക്ഷത്രം ചലിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള നക്ഷത്രം ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ കർത്താവിന് സമർപ്പിക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഒന്നും ഈ കർത്താവിന് വേറെ ഒന്നും വേണ്ട പ്രിയമുള്ളവരെ. ഈ കർത്താവിന് ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം ഈ കർത്താവിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു നക്ഷത്രം ചലിക്കാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളെ ആ കർത്താവിന്റെ അടുക്കൽ ഈ നക്ഷത്രം എത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തു. അവർ യെരുശലേമിലെത്തി. അവർ കൊട്ടാരത്തിൽ കയറി. ഇവർ കൊട്ടാരത്തിൽ കയറാനുള്ള കാരണം 2ആണ്. ഒരു പക്ഷെങ്കിൽ പകൽ സമയം ഈ നക്ഷത്രത്തെ കൃത്യമായിട്ട് കാണാൻ പറ്റാഞ്ഞത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത് വേറൊരു കാരണം കൂടെയുണ്ട്. ഇവർ ഈ സംഖ്യാപുസ്തകം മാത്രമേ ഇവർ വായിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറിയത്. ഇവർ ഈ മീഖാ പ്രവചനം കൂടെ വായിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ യെരുശലേമിലെ കൊട്ടാരത്തിൽ ഇവരെന്ത് ചെയ്യത്തില്ല,
കേറത്തില്ല. ഇന്നിന്റെ നാളുകളിൽ ക്രൈസ്തവരെന്ന് പറയുന്ന അനേക പ്രിയപ്പെട്ടവർ ഉപദേശം സ്ഥാപിക്കുവാൻ ഏതെങ്കിലും ഒരു വാക്യം എടുത്തോണ്ട് വരും, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം എടുക്കും. അങ്ങനെ ഒരു ഉപദേശവും നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും മണിമാളികകളിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞ്, കർത്താവുണ്ടെന്ന് പറഞ്ഞ്, കർത്താവിനെ അന്വേഷിച്ച് നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കയറേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രം വെളിയിൽ കാത്തു നിൽപ്പുണ്ട്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയേ പറ്റുകയുള്ളൂ. ഇനിയും 2:10 നമ്മൾ വായിപ്പിക്കുന്നില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം, സമയം കഴിച്ചു പോയി. മത്തായിയുടെ സുവിശേഷം 2:10 നമ്മൾ വായിക്കുന്നത്, അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തു? അത്യന്തം സന്തോഷിച്ചു. ആദ്യം നക്ഷത്രം കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു കാണും. ഇതാ രണ്ടാമത് നക്ഷത്രം കാണുകയാണ്. അവർ കൊട്ടാരത്തിൽ നിന്നും വെളിയിലിറങ്ങിയപ്പോൾ അവർ നോക്കിയപ്പോൾ നക്ഷത്രമുണ്ട്, അവിടെ നിൽക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ തേടി, ദൈവത്തെ തേടി നിങ്ങൾ ഏതെല്ലാം കൊട്ടാരത്തിൽ കയറുന്നോ, ഏതെല്ലാം മണി സൗധങ്ങളിൽ നിങ്ങൾ കയറുന്നോ, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, ഒരു സുവിശേഷമുണ്ട്, ഒരു ദൈവകൃപയുണ്ട്, ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. യാതൊരു സംശയവുമില്ല, നിങ്ങളെ കൊണ്ടുപോകുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലിറങ്ങി, നക്ഷത്രം കണ്ടു, അത്യന്തം സന്തോഷിച്ചു. ഇനി അവരുടെ യാത്ര എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി എത്ര കൊട്ടാരങ്ങൾ ഇടത്തോ വലത്തോ എവിടെ കണ്ടാലും അവർ കയറത്തില്ല. കാരണം എന്താ? അവർ നക്ഷത്രത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ട് നേരത്തെ കൊട്ടാരത്തിൽ കയറി എന്ന് ചോദിച്ചാൽ അടുത്തൊരു കാരണം, അവർ നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറ്റി എന്നുള്ളതാണ്. നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറ്റി. സത്യസുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ പ്രിയമുള്ളവരെ. സത്യസുവിശേഷം എവിടെ പറയുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് പോകാം. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ഏത് കൂട്ടമുണ്ടോ നിങ്ങൾക്ക് അവിടെ കർത്താവിനെ ആരാധിക്കാം. യാതൊരു സംശയവുമില്ല. സത്യസുവിശേഷത്തിൽ നിന്ന് ആരും വ്യതിചലിച്ചു പോകരുതേ പ്രിയമുള്ളവരെ. അവർ നക്ഷത്രത്തെ നോക്കി, അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ ആ നക്ഷത്രം എന്ത് ചെയ്തു? വന്ന് നിന്നു എന്നുള്ളതാണ്. എന്താണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം? വീഴേണ്ടവന്റെ മുമ്പിൽ വീഴുവാൻ. ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്വാൻമാർ വീണ് യോസെഫിനെയും മറിയേയും അവനെയും കുഞ്ഞിനെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അവരെ എല്ലാരെയും ഒന്നിച്ചാ കണ്ടതെങ്കിലും വീണ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമസ്കരിക്കേണ്ടവനെ നമസ്കരിക്കുവാൻ, വീഴേണ്ടവന്റെ മുന്നിൽ വീഴുവാൻ നമ്മളെ കൃത്യമായിട്ട് എത്തിക്കുന്നത് സത്യസുവിശേഷം മാത്രമേ ഉള്ളൂ. അതാണ് കിഴക്ക് കണ്ട ആ നക്ഷത്രം, അല്ലെങ്കിൽ ആ സുവിശേഷം എന്ന് പറയുന്നത്. ആ വീഴേണ്ടവന്റെ മുമ്പിൽ അവരെ കൃത്യമായിട്ട് എത്തിച്ചു എന്നുള്ളതാണ്. പൊന്ന്, മൂര്, കുന്തിരികം, 3 കാര്യങ്ങൾ നമുക്കറിയാം. 3 കാര്യങ്ങളാണ്. എന്നാൽ ഒരു പടി കൂടെ കടന്ന് ഞാൻ പറയട്ടെ. പൊന്നെന്ന് പറയുന്നത് കർത്താവിന്റെ നിത്യാസ്തിത്വം. മൂര് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, ഈ ഭൂമിയിലെ ജീവിതം. 3 കുന്തിരിക്കം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് 3ഉം അവർ അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. മശിഹ അല്ലെങ്കിൽ അവന്റെ നക്ഷത്രം, ശിശു മശിഹ, കർത്താവ്, അത് മനുഷ്യനായിട്ട് വരാൻ പോകുന്നു എന്നുള്ളത്, ആ യേശുക്രിസ്തുവിന്റെ നിത്യാസ്തിത്വവും യേശുക്രിസ്തുവിന്റെ ജഡാവതാരവും യേശുക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പും ഇതെല്ലാം അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ദിവ്യമായ ദർശനം, ദിവ്യമായ സന്ദർശനം അവർക്ക് കിട്ടി. അവർക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അവരെങ്ങനെ മടങ്ങിപ്പോയെന്നറിയാമോ? അവർ മടങ്ങിപ്പോയി എങ്ങനെ? വന്ന വഴിയാന്നോ? പക്ഷെ വേറൊരു അദ്ദേഹം പറഞ്ഞു വിട്ടത് ഇങ്ങനെ, ഹേരോദാവ് പറഞ്ഞു വിട്ടത്, നിങ്ങൾ ചെന്ന് നമസ്കരിച്ചിട്ട് ഞാനും അവനെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ വന്ന് എനിക്ക് എന്ത് തരണം? ഈ വിവരം തരണം. അവര് പോയോ? ഇല്ല. പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം ഇവർ യേശുക്കുഞ്ഞുവിനെ കൊല്ലും, അല്ലെങ്കിൽ ഇവരെ തകർക്കും. വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവര് പോയത് വേറെ വഴിയായിട്ട്. അത് അണ്ടർലൈൻ ചെയ്തോണേ. അവര് പോയത് വേറെ വഴിയാണ്. എന്താ അവര് വേറെ വഴിയായിട്ട് പോകാനുള്ള കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. അടയാളം മാറി, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. ഇന്ന് സത്യസുവിശേഷം നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പാരമ്പര്യം വേണ്ട, മറ്റൊരു പുസ്തകങ്ങൾ വേണ്ട. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ടിടയായി തീരും. എന്നാൽ അവർ ആ കൊട്ടാരത്തിൽ കയറിയത് കാരണം, അവർ സത്യസുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചത് കാരണം, അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറ്റിയത് കാരണം, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പകുതിയെ വായിച്ചുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്, അവർ കൊട്ടാരത്തിൽ കയറിയത് കൊണ്ട് വലിയൊരു ന്യായവിധി ഉണ്ടായി. എന്തായിരുന്നു ആ ന്യായവിധി? 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഹേരോദാവ് കൊന്നുകളഞ്ഞു.
സത്യസുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് അവിടെ തെളിയിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടവരെല്ലാം, ഈ ദിവ്യ സുവിശേഷം കേട്ടവരെല്ലാം അവർ കർത്താവിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതാ ശിമയോന്റെ വാക്ക് കേട്ട്, ഹന്ന പ്രസംഗിച്ചത് കേട്ട് ഒരു നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിനെ അറിയാൻ ഇടയായി തീർന്നു, യേശുവിനെ അംഗീകരിക്കാൻ ഇടയായി തീർന്നു. ബൈബിളിൽ 3 പ്രാവശ്യം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3ഉം ചേരുന്നത് നിക്കോദിമോസിനാണ്. യേശുവിനോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുന്ന നിക്കോദിമോസ്. 2, യേശുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നിക്കോദിമോസ്. 3, യേശുവിനെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ. വയസ്സ് 80-ൽ പരം, ഏതാണ്ട് 300 റാത്തൽ, ഏതാണ്ട് 33.5 കിലോ ഭാരം വരുന്ന സുഗന്ധക്കൂട്ട്, 100 മകിലും കൊണ്ടുള്ള സുഗന്ധക്കൂട്ട് കൊണ്ടുവന്ന് യേശുവിനെ കുരിശിൽ നിന്നിറക്കാൻ അരിമത്യയിലെ യോസേഫിനോടൊപ്പം താനും സഹായിക്കുന്ന ഒരു മനുഷ്യൻ നിക്കോദിമോസ്. ആ ഒരു ഉദയം നിക്കോദിമോസിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താനായിട്ട് ഇടയായി തീർന്നു. ഇതാ ദൈവരാജ്യത്തെ കാത്തിരുന്ന അടുത്തൊരു മനുഷ്യൻ, യഹൂദന്മാരെ പേടിയുള്ള ഒരു മനുഷ്യൻ, ഇന്നും സത്യസുവിശേഷത്തെ അംഗീകരിക്കുവാൻ, കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരായിട്ട് യഹൂദന്മാരെ ഭയന്ന്, കൂട്ടുവിശ്വാസി അല്ലെങ്കിൽ കൂട്ടാളികളെ ഭയന്ന് മുന്നോട്ട് പോകുന്ന ആളുകൾ. അരിമത്യയിലെ യോസേഫ് ഇതാ മുന്നോട്ട് വരികയാണ്. അവൻ നേരെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. യേശുവിന്റെ ആ ശരീരം എനിക്ക് തരണമെന്ന് വാദിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അവന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവന്റെ തലയിലെ തൊപ്പി തെറിച്ചിട്ടുണ്ട്. വേണ്ട, എനിക്ക് യേശുവിനെ അടക്കണം. ആ യെരുശലേമിലുള്ള, അല്ലെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശുമരണം നടന്ന ആ ഗോൽഗോഥായ്ക്ക് അടുത്തുള്ള ആ വലിയ തോട്ടക്കല്ലറ ഈ അരിമത്യയിലെ യോസേഫിൻ്റെതായിരുന്നു. ആ അരിമത്യയിലെ യോസേഫ് യേശുവിനെ കണ്ടപ്പോൾ, ആ യേശുവിന്റെ മരണം കണ്ടപ്പോൾ, യേശുവിനെ വാസ്തവമായിട്ട് ദൈവമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കിടക്കാൻ, തനിക്ക് അന്തി ഉറങ്ങാൻ കല്ലറയിൽ അല്ലെങ്കിൽ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറ അത് യേശു കർത്താവിന് കൊടുക്കുകയാണ്. ഈ നിക്കോദിമോസും അരിമത്യയിലെ യോസേഫും ചേർന്ന് തിടുക്കത്തോടെ, യേശുക്രിസ്തു മരിക്കുന്നത് നമ്മുടെ സമയം 3 മണി, 6 മണിക്ക് ശബത്ത് ആരംഭിക്കും. 6 മണിക്ക് മുമ്പ് യേശുവിനെ അടക്കണം. അരിമത്യയിലെ യോസേഫും നിക്കോദിമോസും, എവിടെ പത്രോസ്, എവിടെ യാക്കോബ്, എവിടെ ബാക്കിയുള്ള ശിഷ്യന്മാർ, എവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവരൊക്കെ എവിടെ പോയി? ആരുമില്ല. ഇവിടെ ഇതാ 2 പേർ മുന്നോട്ട് വരികയാണ്. അവർ 2 പേരോട് ചേർന്ന് യേശുവിന്റെ ശരീരം ആ ക്രൂശിൽ നിന്നിറക്കി. അവർ 2 പേരോട് ചേർന്ന് യേശുവിന്റെ ശരീരം ചുമന്നുകൊണ്ട് ആ കല്ലറയുടെ അടുക്കലെത്തി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ 35 കിലോ ഭാരം എങ്ങനെ ഈ 85 വയസ്സുള്ള ഈ നിക്കോദിമോസ് ചുമന്നുകൊണ്ട് വന്നു? അവൻ യേശുവിന് വേണ്ടി കൊടുക്കുകയാണ് തന്റെ പണം. 30,000 വെള്ളിക്കാശ്. 30,000 അന്നത്തെ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഒരു വെള്ളിക്കാശ് ഒരു മനുഷ്യന്റെ ഒരു ദിവസം മുഴുവൻ ജോലിയെടുത്താൽ കിട്ടുന്ന പണമാണ്. അങ്ങനെയാണെങ്കിൽ 30,000 വെള്ളിക്കാശ് എന്ന് പറയുന്നത് എത്ര നാളത്തെ സമ്പാദ്യമായിരിക്കണം? യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. തനിക്കുള്ള പണം എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. അവർ 2 പേരോട് ചേർന്ന് ഈ സുഗന്ധവർഗമിട്ട് യേശുവിന്റെ ശരീരം ശീലകൾ പൊതിഞ്ഞ് അവർ ചുമന്ന് യേശുവിന്റെ ശരീരം ആ കല്ലറയ്ക്കൽ വെച്ചു. എത്രയോ ധൃതി വെച്ചാണ്, തിടുക്കത്തിലാണ് അവർ ആ കാര്യം ചെയ്തത്. അവർ 2 പേരോട് ചേർന്ന് കാളവണ്ടി ചക്രം പോലെയുള്ള ആ വലിപ്പമുള്ള കല്ല് ഉരുട്ടി ആ കല്ലറയുടെ വാതിൽക്കൽ വെച്ചു. ഇവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കല്ലറയുടെ വായ്ക്കൽ, അല്ലെങ്കിൽ ഈ കല്ലുരുട്ടി വെച്ചതും യഹൂദന്റെ ക്ലോക്കിൽ മണി 6. എങ്ങനെ അത് സാധിച്ചു പ്രിയമുള്ളവരെ? ഈ 3 മണിക്കൂർ കൊണ്ട് അവർ പീലാത്തോസിന്റെ അടുക്കൽ പോയി അനുവാദം മേടിച്ച് അന്ന് ശബത്ത് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ സുഗന്ധവർഗം കൊണ്ടുവന്ന് ഇവർ 2 പേരുടെ ക്രൂശിൽ നിന്നിറക്കി അവർ ചുമന്ന് ഈ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം, എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ എടുക്കേണ്ട ശുശ്രൂഷ ഇവർ എത്രയും പെട്ടെന്ന് തിടുക്കത്തോടെ അത് ചെയ്തു. എങ്കിൽ നസറായനായ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ, ആ സത്യസുവിശേഷം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിന് വേണ്ടി തിടുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യും. സമയം മാറ്റിവെക്കത്തില്ല പ്രിയമുള്ളവരെ. ഒടുവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉദയം ഇതാ മടങ്ങി എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോവുകയാണ്. ഒടുവിൽ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവൻ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അവരുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ആ ആണിത്തിടംപേറ്റ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുകയാണ്. ഇതാ 2 പുരുഷന്മാർ ഇടവും വലവും നിന്നിട്ട് പറയുകയാണ്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. ഇനിയൊരു ഉദയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലിനെയും
രണ്ടാമത് സ്വർഗത്തിലേക്ക് ഇനി ആനയിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം വരാനായിട്ട് പോവുകയാണ്. ആ ഉദയത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഈ കർത്താവിൻ്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കണം. ഈ കർത്താവ് വരും എന്ന് വിശ്വസിക്കണം. ഈ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. എൻ്റെ പ്രിയമുള്ളവരെ, അത് എത്രയും വേഗം സംഭവിക്കാം. നമ്മുടെ കർത്താവ് അടുത്ത നിമിഷം വന്നാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുമോ? കൈവിടപ്പെട്ടു പോകുമോ? കൈവിടപ്പെട്ടു പോകരുത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം വിശ്വസിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കുക, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. തീർച്ചയായിട്ടും ഒരു ദൈവപൈതലായിട്ട് തീരാനായിട്ട് സാധിക്കും. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇന്ന് വരെയും നിങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഈ രാത്രിയിൽ, ഈ നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവിനോട് നിങ്ങൾ ഇപ്രകാരം പറയുമോ? കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാനൊരു പാപിയാണ് നാഥ. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചല്ലോ. അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി തന്നല്ലോ. അവിടുത്തെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ നാഥ. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങെനിക്ക് വേണ്ടി അടക്കപ്പെട്ടവനെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാഥ. എന്നെ ഒരു ദൈവവൈതലാക്കി തീർക്കണമേ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ഈ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ സഹായിക്കട്ടെ. ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ കാര്യം ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ടേ നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങാവേ. ഞങ്ങൾ നിങ്ങളെ പിന്നെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.